പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായിരുന്നു ഇന്ന്. ആദ്യ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ ഒന്ന് കൊമ്പുകോർത്തു. ആദ്യ ദിനമായതിനാൽ പാർലമെന്റിൽ അനാവശ്യ നാടകങ്ങൾ നടത്തരുതെന്ന് സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇത് പ്രതിപക്ഷത്തെയും പ്രിയങ്ക ഗാന്ധിയെയും ചെറിയ രീതിയിൽ ചൊടിപ്പിച്ചു. സത്യത്തിൽ എന്താണ് നാടകം? സർക്കാരിന്റെ വീഴ്ചകൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതോ അതിന് സമ്മതിക്കാത്ത സർക്കാരിന്റെ സമീപനമോ? അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ പ്രസ്താവനയിൽ വിമർശനവുമായാണ് പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നത്. സഭയിൽ ജനങ്ങളുടെ ആവശ്യങ്ങളും മറ്റു വിഷയങ്ങളും ഉന്നയിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നാടകമല്ല, ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കൂടാതെ പലരുടെയും ജീവന് ഭീഷണിയായ SIR, ഡൽഹിയിലെ വായു മലിനീകരണം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. ചുരുക്കി പറഞ്ഞാൽ മോദിയെ പ്രിയങ്ക ഗാന്ധി അങ്ങ് അടിച്ചിരുത്തി കളഞ്ഞു എന്ന് വേണേൽ പറയാം. അത്രയും രൂക്ഷമായാണ് പ്രിയങ്ക നരേന്ദ്രമോദിക്ക് മറുപടി പറഞ്ഞത്. സത്യത്തിൽ പ്രതിപക്ഷത്തെ പേടിയുള്ളത് കൊണ്ടല്ലേ നരേന്ദ്രമോദി ഇത്തരം കാര്യങ്ങൾ പറയാൻ പ്രതിപക്ഷത്തെ വിലക്കിയത്? ഇവയ്ക്ക് പുറമെ ബീഹാർ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ഒന്നും പരാമർശിക്കരുതെന്നും നരേന്ദ്രമോദി താക്കീത് നൽകി. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അവസാനം വോട്ട് ചോരിയിലെത്തുമെന്നുള്ള ഭയമാണ് നരേന്ദ്രമോദി ഇങ്ങനെ പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാൻ അവർ സമ്മതിക്കാത്തത്. എന്നാൽ ഇതിലൊന്നും പ്രതിപക്ഷം വഴങ്ങില്ല. ചോദിക്കാനുള്ളത് എന്തായാലും ചോദിച്ചിരിക്കും. BJP സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ. സത്യത്തിൽ ബീഹാറിൽ തികച്ചും തന്ത്രപരമായ രീതിയിലാണ് NDA സർക്കാർ ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നത്. തികച്ചും അട്ടിമറി വിജയം തന്നെയെന്ന് പറയാം. തന്ത്രപരം എന്ന വാക്ക് പറയാൻ ഒരു കാരണമുണ്ട്. നേരായ വഴിയെ അവിടെ NDA സർക്കാർ ഒരിക്കലും തിരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല. കാരണം അവിടെയുള്ളവർ കഴിഞ്ഞ സർക്കാരിനെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും NDA സർക്കാർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വമ്പന്മാർ കളിച്ചിട്ടുണ്ടാവണം. അത് തീർച്ചയാണ്. കൂടാതെ രണ്ടാമത് മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ സർക്കാരിന് ഒരു വിചാരമുണ്ട്, ഇനി അവരെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന്. എന്നാൽ ഓർത്തോളൂ സർക്കാരെ, നിങ്ങളുടെ ഓരോ തന്ത്രങ്ങളും അഴിമതിയും കണ്ടുപിടിക്കാൻ കോൺഗ്രസ് നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് വോട്ട് ചോരി. ഇനിയും എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധിയും മറ്റു കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് കേന്ദ്ര സർക്കാരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും.